നമസ്കാരം. അബദ്ധത്തിൽ ഒരു വാക്ക് വായിൽ നിന്ന് വീണ് പുലിവാല് പിടിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലേ BJPക്കുള്ളിൽ ചില പുകച്ചിലുകളൊക്കെ ഉണ്ടായിരുന്നു. കേന്ദ്ര സഹമന്ത്രി സ്ഥാനം കിട്ടിയത് സുരേഷ് ഗോപിക്ക് തൃപ്തിയല്ല എന്ന റിപ്പോർട്ടുകളും ആദ്യം തന്നെ പുറത്തു വന്നിരുന്നു. കേന്ദ്ര മന്ത്രിസഭയിൽ നിർണായകമായ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനമാണ് സുരേഷ് ഗോപിയും പ്രതീക്ഷിച്ചത്. അല്ല, അദ്ദേഹത്തിന് അത് പ്രതീക്ഷിക്കാൻ വേണ്ടുവോളം അർഹതയുണ്ട് താനും. കേരളത്തിൽ നിന്ന് ഇത് ആദ്യമായാണ് BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ലഭിക്കുന്നത്, അതും പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി വിജയിച്ചപ്പോൾ തന്നെ BJP പ്രവർത്തകരും സുരേഷ് ഗോപിയും ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം പ്രതീക്ഷിച്ചതുമാണ്. പക്ഷെ കിട്ടിയത് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം. ആ സ്ഥാനം ഏറ്റെടുക്കാൻ വലിയ താല്പര്യമില്ലാതിരുന്ന സുരേഷ് ഗോപിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടാണ് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ഏറ്റെടുപ്പിച്ചത് എന്ന ചില സംസാരങ്ങളും ഉണ്ടായിരുന്നു. അപ്പോഴും സുരേഷ് ഗോപി പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. തനിക്ക് ഈ വർഷം പൂർത്തീകരിക്കേണ്ട നിരവധി സിനിമകളുണ്ട് എന്നും കേന്ദ്ര സഹമന്ത്രി ആയാലും സിനിമാ അഭിനയം നിർത്തില്ല എന്നും. ആ തീരുമാനമാണ് ഇപ്പോൾ BJP നേതൃത്വത്തിന് തലവേദനയാകുന്നത്. മന്ത്രിസ്ഥാനം പോയാൽ രക്ഷപ്പെട്ടേനെ എന്ന കഴിഞ്ഞ ദിവസത്തെ സുരേഷ് ഗോപിയുടെ പരാമർശത്തിൽ BJP കേന്ദ്ര നേതൃത്വത്തിന് ഇപ്പോൾ കടുത്ത അതൃപ്തിയുണ്ട് എന്നാണ് റിപ്പോർട്ട്. മന്ത്രി പദവിയിലിരുന്ന് സിനിമ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് അവസരം നൽകിയേക്കില്ല. കടുത്ത നിലപാട് തുടർന്നാൽ മന്ത്രി പദവി ഒഴിവാക്കുന്നതും ആലോചിക്കും. സിനിമ ചെയ്യുന്നത് മന്ത്രിമാരുടെ പെരുമാറ്റ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ഭരണഘടനാ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. ഇത് സുരേഷ് ഗോപിയെയും BJP കേന്ദ്ര നേതൃത്വത്തെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഫിലിം ചേംബർ സ്വീകരണത്തിൽ സുരേഷ് ഗോപി നടത്തിയ പ്രസംഗമാണ് BJP കേന്ദ്ര നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അഭിനയത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാൽ രക്ഷപ്പെട്ടു എന്ന പരാമർശം സർക്കാരിനും ക്ഷീണമായി. അഭിനയിക്കണമെന്ന സുരേഷ് ഗോപിയുടെ ആവശ്യത്തിന്മേൽ പരിഗണിക്കാമെന്ന ഒഴുക്കൻ മറുപടി നൽകിയതല്ലാതെ ഇനിയും അനുമതി നൽകിയിട്ടില്ല. ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ആവശ്യമെന്നതിനാൽ സർക്കാരിന് ആലോചിച്ച ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാകൂ. മന്ത്രിപദവിയിൽ ഇരുന്ന് പണസമ്പാദനത്തിനുള്ള മറ്റു വഴികൾ തേടരുത് എന്നാണ് നിലവിലെ ചട്ടമെന്ന് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. സുരേഷ് ഗോപിക്ക് അനുമതി നൽകിയാൽ മറ്റുള്ളവരും ആവശ്യങ്ങളുമായി എത്തിയേക്കാം. അത് പ്രതിസന്ധിക്കും നിയമപ്രശ്നങ്ങൾക്കും കാരണമായേക്കാമെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. പ്രസംഗത്തിലേക്ക് അമിത്ഷായെ വലിച്ചിഴച്ചതിലും കേന്ദ്ര നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. മന്ത്രിപദത്തിലിരുന്ന് തുടർച്ചയായി സുരേഷ് ഗോപി വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിലെ അതൃപ്തി സംസ്ഥാന ഘടകവും കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം സുരേഷ് ഗോപിയുടെ പരാമർശങ്ങളിൽ മോദി സർക്കാരിനെതിരെ കോൺഗ്രസ് വിമർശനം കടുപ്പിച്ചിരിക്കുകയാണ്. മന്ത്രിമാർക്ക് എന്തും വിളിച്ചു പറയാവുന്ന സാഹചര്യം മോദി കൂടുതൽ ദുർബലനായതിന്റെ തെളിവാണ് എന്ന് മാണിക്യം ടാഗോർ MP വിമർശിച്ചു. ആകെ മൊത്തത്തിൽ ഇപ്പോൾ വട്ടം കറങ്ങിയ അവസ്ഥയാണ് BJP നേതൃത്വം. എന്തായാലും കേരളത്തിലെ ചില BJP നേതാക്കൾക്കിടയിലും സുരേഷ് ഗോപിയുടെ ഈ പരാമർശം അതൃപ്തിക്കിടയാക്കിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.